ഞാൻ ഈ പോട്ടാശ്രമത്തിൽ ഇപ്പോൾ വന്നിട്ട് 2 വർഷമായുള്ളൂ. അതിന്റെ പട്ടം കിട്ടിയ ആദ്യത്തെ 4 വർഷം പോട്ടാശ്രമത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ബോംബെയിലും ഡൽഹിയിലൊക്കെയുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ ഞാനിങ്ങനെ കറങ്ങി ഇപ്പോൾ പോട്ടാശ്രമത്തിലെത്തി. ഡൽഹിയിൽ കഴിഞ്ഞ് 8 വർഷം ശുശ്രൂഷ ചെയ്തു. അവിടെ ആയിരുന്നപ്പോഴത്തേക്ക് കേരളത്തിൽ നിന്ന് ഒരു 15ഓളം നേഴ്സ് പിള്ളേര് വിദേശത്തേക്ക് അവരെ ജോലിക്ക് വേണ്ടിയിട്ട് ഏകദേശം 20 ലക്ഷത്തോളം രൂപ ഓരോ നേഴ്സുമാർ കൊടുത്തിട്ടുണ്ട്. അവരെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. എല്ലാം റെഡിയായിട്ടിരിക്കുന്നു. അവർ നാളെ യാത്രയാവും. 15 നേഴ്സുമാർ. തലേ ദിവസം രാത്രിയിൽ ഇവരുടെ ഏജന്റ് മുങ്ങി. ഏജന്റ് മലയാളിയാണ്. അയാൾ മുങ്ങി. അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? അയാൾ മുങ്ങി. 15 പിള്ളേര് 15 ലക്ഷം രൂപ വെച്ച് ഓരോരുത്തർ 15 പിള്ളേർ കൊടുത്ത് 15 ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇയാളെക്കുറിച്ചൊരു തുമ്പൂല്ല. എങ്ങോട്ട് പോകും? ഇവർക്കുള്ള യാത്ര ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടു. പോലീസിലെ കേസ് കൊടുത്തു. രക്ഷയില്ല. ഈ 15 പിള്ളേരിൽ 14 പേരുടെയും വീട്ടുകാർ ഡൽഹിയിൽ എത്തി. എന്നിട്ട് അവരെല്ലാവരെയും കൊണ്ടുപോയി കേസൊക്കെ കൊടുത്തു. അതിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുന്നില്ല, നാട്ടിലോട്ടും പോകാൻ പറ്റുന്നില്ല. കാരണം നാട്ടിൽ ആകപ്പാടെയുള്ള സ്ഥലം, ആ സ്ഥലം അത് ബാങ്കിൽ വെച്ചിട്ടാണ് അതിൻ്റെ പണം എടുത്തിട്ടാണ് ഈ പെണ്ണ് 20 ലക്ഷം രൂപ ഈ ഏജന്റിന് കൊടുത്തത്. ഈ പെണ്ണ് കരഞ്ഞോണ്ട് പറഞ്ഞു, ഞാൻ നാട്ടിൽ പോവില്ല, എൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് അത്രമേലുണ്ട്, ഞാൻ എന്തും പറഞ്ഞാ പോണത്, എനിക്കെന്തെങ്കിലും ജോലി കിട്ടാതെ ഞാൻ ഇനി തിരിച്ചു പോകത്തില്ല. അപ്പോഴാണ് അവിടുത്തെ കുറച്ച് പ്രേക്ഷിതർ പറഞ്ഞു, എന്നാ അച്ഛാ ഇവളെ നമുക്ക് കുറച്ച് നാൾ ധ്യാനകേന്ദ്രത്തിൽ നിർത്താം. അങ്ങനെ ഇവളെയും കൊണ്ട് ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഈ പെണ്ണ് കരച്ചിലോട് കരച്ചില്. എല്ലാം നഷ്ടപ്പെട്ട പെണ്ണിൻ്റെ ഒരു കരച്ചില്, അത് വല്ലാത്ത കരച്ചില. ഈ പെണ്ണിന് കരച്ചിലിനിടയിൽ എന്നോട് പറഞ്ഞു, അച്ഛാ ഇനി എന്ത് ചെയ്യും, എന്നെ ദൈവം ഉപേക്ഷിച്ചില്ലേ? ഞാൻ പറഞ്ഞു, നിന്നെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല, നിന്നെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ ആ പെണ്ണ് എന്നോട് പറഞ്ഞു, അച്ഛന് പറയാൻ എളുപ്പ, എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ അച്ഛാ, അതിനുമേൽ ഞാൻ അവസ്ഥയിലാണ്, എൻ്റെ വീട്, എൻ്റെ സ്വപ്നം എല്ലാം തീർന്നില്ലേ? ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ നിന്റെ ദൈവത്തിനറിയാം, നീ വിഷമിക്കണ്ട, നീ ധ്യാന മന്ദിരത്തിൽ താമസിച്ചോളൂ, നിനക്ക് ഭക്ഷണവും വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ തരാം. ഞാനിവിടെ എന്നാ ചെയ്യാനാച്ചാ? ഞാൻ പറഞ്ഞു, നീ ഇവിടെ ഇരുന്നുകൊണ്ട് ആകപ്പാടെ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? നിത്യാരാധന ചാപ്പിൽ ഇരുന്ന് നീ പ്രാർത്ഥിക്കുക. ബൈബിളുണ്ട്, നോട്ട് ബുക്ക് തരാം. ഒരു ബൈബിള് നോട്ട് ബുക്കും കൊടുത്തിട്ട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം മുതൽ വചനം വായിക്കുക. ഇടയ്ക്കിടയ്ക്ക് ചില വചനം വായിക്കുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടും, ചിലത് നിന്നെ സ്പർശിക്കും, അത് നോട്ട് ബുക്കിൽ എഴുതണം. നിനക്ക് കിട്ടുന്ന പ്രചോദനങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. അങ്ങനെ നീ വചനം പഠിക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറേ ദിവസം അവിടെ ഇരുന്ന് കരഞ്ഞു. കരച്ചിൽ മാറി. സാവധാനം അവൾ ഗൗരവമായിട്ട് വചനം പഠിക്കാൻ തുടങ്ങി. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ധ്യാന മന്ദിരത്തിൽ ഒരു ധ്യാനം കൂടാൻ വന്നൊരു ചേട്ടൻ, മലയാളി ചേട്ടൻ തന്നെയാ. അദ്ദേഹത്തോട് ഈ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ 5 നയാ പൈസ വാങ്ങാതെ ഈ പെൺകുട്ടി ഞാൻ വിദേശത്ത് ഗൾഫിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഈ പെൺകുട്ടിക്ക് ജോലി മേടിച്ചു കൊടുത്തോളാമെന്ന് പറഞ്ഞു. അയാൾ വാക്കുപാലിച്ചു. നല്ല ഉയർന്ന സാലറിയിൽ ഈ പെണ്ണിന് കർത്താവ് ഒരു ജോലി ഗൾഫ് രാജ്യത്ത് ഒരുക്കി കൊടുത്തു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഞാനിപ്പോൾ ആ പെണ്ണിന് ജോലി കിട്ടിയ കാര്യം പറയാനല്ല വന്നത്, മറിച്ച് ഗൾഫിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന നാളുകളിൽ അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്ന് ഉച്ചവരെ ഇവിടുന്ന് 300 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ട്. ലേബർ തൊഴിലാളികളാണ്. അവിടെ ഒരു ടെന്റ് കെട്ടി അതിൻ്റെ അകത്ത് മലയാളികളായിട്ടുള്ള 100-300ഓളം പേര് ധ്യാനിക്കുന്നു. ഒരു ശുശ്രൂഷയാണ്. എല്ലാ വെള്ളിയാഴ്ച അവർക്ക് ശുശ്രൂഷയുണ്ട്. അവർക്കിവിടെ പള്ളി വരാൻ പറ്റത്തില്ല. അവിടെ ഞങ്ങൾ പോയൊരു ശുശ്രൂഷ നടത്തും. അച്ഛൻ വരുന്നോ? ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ ഈ അച്ഛൻ്റെ കൂട്ടത്തിൽ വണ്ടിക്കകത്ത് പോയി 300 കിലോമീറ്റർ അകലെയുള്ള ഒരു മണലാരിടത്തിൻ്റെ ഒരു കോണില് അവിടെ ഒരു കൂടാരത്തില് 300ഓളം വരുന്ന മലയാളികൾ ശക്തമായ ശുശ്രൂഷ. എന്നെ പവർ ശുശ്രൂഷ എന്നറിയോ? ഇവിടെ നിന്നുകൊണ്ട് തീ കത്തുന്ന അഭിഷേകം. ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അൾത്താരിൽ നിന്ന് വചനം പറയുന്നു. നല്ല കത്തിയുള്ള, നല്ല ശക്തമായിട്ടുള്ള വചനം, കത്തിപ്പടരുന്ന അഭിഷേകം. ഞാൻ ഈ ശുശ്രൂഷയൊക്കെ കണ്ട് ഞാൻ ഈ സങ്കീർത്തി വന്ന് നിൽക്കുന്നു. അതിനുശേഷം ഞാനാണ് അൾത്താരെ കയറേണ്ടത്. ഒരു ആശീർവാദ പ്രാർത്ഥനയുണ്ട്. ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ പെണ്ണ് സങ്കീർത്തി വന്ന് നിന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നോക്കി, ഞാൻ ഞെട്ടി. ഏത് പെണ്ണെന്നറിയോ? നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ 6-7 മാസം വന്ന് ജീവിതത്തിന്റെ കണ്ണുനീര് മുഴുവൻ ഇറക്കി വെച്ച പെണ്ണ് ദേ വചനം പറയുന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു കൊച്ചേ, എടി നീ എങ്ങനെ ഇവിടെ?
നിനക്ക് ഈ ഗൾഫിൽ ഇവിടെ എവിടെയോ നല്ല ജോലി കിട്ടിയെന്നല്ലേ, അങ്ങനെയല്ല നിന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ടത്. അതേ അച്ഛാ, എനിക്ക് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു. അച്ഛാ, ഇടയ്ക്ക് അവധി കിട്ടുമ്പോണ്ടല്ലോ ഞാൻ ഇങ്ങനെയുള്ള ശുശ്രൂഷയ്ക്ക് പോകും. അച്ഛാ, ഞാൻ ഈ പ്രെയർ ഗ്രൂപ്പിലുണ്ട് അച്ഛാ. അപ്പൊ ഞാൻ ഈ പെണ്ണിനോട് ചോദിച്ചു, എടി നീ എങ്ങനെ ഈ വചനം പറയാൻ പഠിച്ചത്? നീ നേഴ്സല്ലേ? നീ നേഴ്സിംഗ് അല്ല പഠിച്ചത്, നീ എങ്ങനെ വചനം പറയണേ? എന്നാ പവർ ശുശ്രൂഷയാ. അപ്പൊ ആ പെൺകുട്ടി കയ്യിലിരിക്കുന്ന ബൈബിളും നോട്ട് ബുക്കും കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ ഈ നോട്ട് ബുക്ക് ഓർമ്മയുണ്ടോ? അച്ഛാ, അന്ന് എൻ്റെ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായപ്പോ ഞാൻ ആ ധ്യാന മന്ദിരത്തിൽ വന്നപ്പോ അച്ഛൻ തന്ന നോട്ട് ബുക്കാ. നോക്കച്ചാ, അന്ന് ഞാൻ എൻ്റെ കണ്ണുനീര് കൊണ്ട് എഴുതിയ വചനമാണച്ച എൻ്റെ നോട്ട് ബുക്കിലുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടമാണച്ച, കഷ്ടപ്പാടിൻ്റെ നടുവിൽ ഞാൻ പഠിച്ച വചനമാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ? എന്ത് മനസ്സിലായി? ചില കഷ്ടത, ചില ജീവിത അനുഭവങ്ങൾ, സങ്കടങ്ങൾ, കണ്ണുനീര് ഉണ്ടാവുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു കഷ്ടത ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് കർത്താവ് അവളെ ഒരു ജീവിക്കുന്ന സാക്ഷിയാക്കി മാറ്റിയത്.